നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ആശ്വാസമേകുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഇഖാമ കാലാവധി പ്രവാസികൾക്ക് കുടുംബത്തെ കൂടെ കൂട്ടുന്നതിന് ഒരു തടസ്സമാകില്ല. അതായത് പ്രവാസികളുടെ റെസിഡൻസി പെർമിറ്റായ ഇഖാമയുടെ കാലാവധി സന്ദർശക വിസ പുതുക്കുന്നതിന് തടസ്സമാകില്ലെന്ന് സൗദി അറേബ്യയുടെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് അറിയിച്ചു. ഇഖാമ കാലാവധി കഴിഞ്ഞ ഒരു പ്രവാസിയുടെ ആശ്രിതരായ ഭാര്യ, മക്കൾ എന്നിവരുടെ സന്ദർശന വിസ ഇനിയും നീട്ടാൻ കഴിയുമോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായാണ് സൗദി അധികൃതരുടെ ഈ വിശദീകരണം. എന്നിരുന്നാലും വിസിറ്റ് വിസ വിദേശികൾക്കുള്ള സാധാരണ ഇഖാമയിലേക്ക് മാറ്റാൻ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രാലയം സമ്മതിച്ചുവെന്ന് അവകാശപ്പെടുന്ന സോഷ്യൽ മീഡിയയിലെ റിപ്പോർട്ട് തെറ്റാണെന്ന് കഴിഞ്ഞ സെപ്റ്റംബറിൽ സൗദി അധികൃതർ വ്യക്തമാക്കിയിരുന്നു. അതുപോലെ വ്യക്തികൾക്കുള്ള സന്ദർശന വിസ കാലാവധി അവസാനിക്കുന്നതിന് 7 ദിവസം മുൻപ് വരെ പുതുക്കാമെന്ന് സൗദി പാസ്പോർട്ട് ജനറൽ ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. സന്ദർശന വിസ എടുത്ത സ്പോൺസറുടെ അബ്ഷീർ അക്കൗണ്ട് വഴി വിസയുടെ കാലാവധി നീട്ടാൻ സാധിക്കും. നടപടിക്രമം പൂർത്തിയാക്കാൻ കാലാവധിയുള്ള ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണ്. വിസ കാലാവധി 6 മാസത്തിൽ കൂടുതൽ ദീർഘിപ്പിക്കാനും കഴിയില്ല. കാലാവധി അവസാനിച്ച് 3 ദിവസം കഴിഞ്ഞാൽ വിസ പുതുക്കണമെങ്കിൽ പിഴ ഒടുക്കേണ്ടി വരും. വിസ എടുത്ത സ്പോൺസർക്ക് ട്രാഫിക് ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട പിഴയുണ്ടെങ്കിലും അബ്ഷീർ പ്ലാറ്റ്ഫോം വഴി പുതുക്കുന്നതിന് തടസ്സമുണ്ടാവില്ല. അതുപോലെ സ്പോൺസറുടെ ഇഖാമ കാലാവധി അവസാനിച്ചാലും വിസ പുതുക്കാൻ കഴിയുമെന്നും ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മൾട്ടിപ്പിൾ എൻട്രി ഫാമിലി വിസിറ്റ് വിസ പുതുക്കാൻ സൗദിക്ക് പുറത്തു പോകേണ്ടതില്ലെന്നും കാലാവധി അവസാനിക്കുന്നതിന് 7 ദിവസത്തിനുള്ളിൽ അബ്ഷീർ പ്ലാറ്റ്ഫോം വഴി സാധിക്കുമെന്നുമുള്ള രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത ശരിയല്ലെന്ന് സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് അഥവാ ജവാസാത്ത് അറിയിച്ചിരുന്നു. മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസ പുതുക്കാൻ വിസയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് രാജ്യത്തിന് പുറത്തു പോകൽ നിർബന്ധമാണ്. അഥവാ ഈ വിസയിൽ എത്തുന്നവർ 3 മാസം പൂർത്തിയാവുന്നതിന് മുൻപ് സൗദിയിൽ നിന്ന് പുറത്തു കടക്കണം. കാലാവധി അവസാനിച്ച് 3 ദിവസത്തിന് ശേഷവും രാജ്യത്ത് തങ്ങിയാൽ അവരിൽ നിന്ന് വലിയ തുക പിഴ ഈടാക്കും. എന്നാൽ ഇത് വേണ്ടതില്ലെന്നും രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഓൺലൈനായി വിസ പുതുക്കാമെന്നുമുള്ള രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിക്കുന്നത്. ഇതിന് വിശദീകരണം എന്ന രീതിയിലാണ് ജവാസാത്തിന്റെ പ്രതികരണം. അതേസമയം സിംഗിൾ എൻട്രി ഫാമിലി വിസിറ്റ് വിസയാണെങ്കിൽ അതിന്റെ കാലാവധി കഴിയുന്നതിന് 7 ദിവസം മുൻപ് നിബന്ധനകൾക്ക് വിധേയമായി അബ്ഷീർ പ്ലാറ്റ്ഫോം വഴി വിസ പുതുക്കാൻ സാധിക്കുമെന്നും ജവാസാത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ ജവാസാത്ത് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ആനുകൂല്യം മൾട്ടിപ്പിൾ എൻട്രി വിസയ്ക്കും ബാധകമാണ് എന്ന രീതിയിലായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണം. എന്നാലും പ്രവാസികൾ ഇക്കാര്യമെല്ലാം വളരെയധികം കൃത്യമായി ശ്രദ്ധിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.